നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞ് റയൽ മാഡ്രിഡ് ഇതാ കളിക്കാനിറങ്ങുകയാണ്. ഇന്നത്തെ കളിയിൽ അവർ എൽച്ചയുമായിട്ട് ഏറ്റുമുട്ടുന്നു. രാത്രി ഇന്ത്യൻ സമയം 1:30 മത്സരം. നിലവിൽ FC ബാഴ്സലോണ ഇന്നലത്തെ കളി വിജയിച്ചതോടെ 13 കളി 31 പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്താണ്. റയൽ 12 കളി 31 പോയിൻറ്റ്. ഇന്നത്തെ കളി ഒരു സമനിലയെങ്കിലും പിടിച്ചാൽ ഒന്നാമതേക്ക് എത്തും. പക്ഷേ സമനിലയല്ല, വിജയിച്ചുകൊണ്ട് 3 പോയിൻറ്റ് ഡിഫറൻസ് അതുപോലെ നിലനിർത്താനാണ് സാബി അലോൺസോയും സംഘവും ലക്ഷ്യമിടുന്നത്. അതേസമയം ഈ ഒരു മത്സരത്തിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ പല പ്രമുഖരും പുറത്താണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പരിക്കേറ്റ താരങ്ങൾ പുറത്താണ്. എദർ മിലീറ്റാവോ പുറത്താണ്, ഓർലിൻ ഷോമനി പുറത്താണ്, മസ്റ്റൻഡോനോ പുറത്താണ്, അലാബ പുറത്താണ്, കർവാഹൽ പുറത്താണ്, റൂഡിഗർ പുറത്താണ്. റൂഡിഗർ ഇങ്ങനെ ഫിറ്റായി വരുന്നുണ്ട്, പക്ഷേ ഈ കളിക്കുണ്ടാവില്ല എന്ന് ഇന്നലെ കോച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. പക്ഷേ അധികം വൈകാതെ അദ്ദേഹം മടങ്ങിയെത്തും എന്നുള്ള പ്രതീക്ഷയും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തിനുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവയും ലൂനിനും മെസ്ട്രയുമാണുള്ളത്. ഡിഫൻസിൽ ട്രെൻഡും അസെൻസിയോയും കഴേഡസും ഫ്രാൻ ഗാർഷിയും മെൻഡിയും ഹുയിസനുമുണ്ട്. മധ്യനിരയിലേക്ക് ബെല്ലിംഗാമും കമവിംഗയും വാൽവർദയും ആർദ ഗ്യൂളറും ഡാനി സബയോസുമാണുള്ളത്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എൻട്രിക്കും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമുമാണുള്ളത്. ഏതായാലും വിനി ജൂനിയറുടെ കാര്യത്തിൽ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വിനി റയലിൽ ഹാപ്പിയാണ്, അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റയലും താരത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ക്ലബിൻ്റെ ഒരു അസറ്റായിട്ടാണ് വിനിയെ കാണുന്നത് എന്ന റിപ്പോർട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്നു. അവിടെ ആ കാര്യം ശുഭകരമായിട്ട് തീരുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.